different nationalities, cultures and races through music. I am Avantika Mukesh of Class 6A along with my classmates wishing you all a very cheerful morning. आदरणीय प्रधानाचार्य महोदय, शिक्षकों और मेरे प्यारे साथियों, आज मैं आपके समक्ष में एक कविता प्रस्तुत करने जा रहा हूँ। कविता का नाम है ईश्वर मेरी सुनो तुम। इसके रचयिता कृष्ण बिहारी जी है। मेरी कविता कुछ इस प्रकार है। बाल मन की बात है पर बात में भी कुछ बात है। ईश्वर मेरी सुनो तुम। क्या पढ़ा था, क्या सुना था, विश्व कैसा हो गया है, देखकर कि मन उचटता। Another specialty of today is World Music Day, an annual event that is observed on June 21st every year to celebrate the global language of music. നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ്. ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലൈഫ് തന്നെയാണ്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചുരുക്കം ചില കുട്ടികളെങ്കിലും ചിരി വരാം, മിസ് എന്തായി പറയുന്നത്, ഇവിടുന്ന് എങ്ങനെയും പഠിച്ചിറങ്ങിയാൽ മതി എന്നായിരിക്കും കുറച്ചു പേരെങ്കിലും ചിന്തിക്കാം. എങ്കിലല്ല, നമ്മളാക്കിയത് ഈ സ്കൂളാണ്. പുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന പഠനം മാത്രമല്ല നമ്മൾ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കലാകായികമായ എല്ലാ കഴിവുകളെയും വെളിയിൽ കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ സ്കൂള്. പക്ഷെ അത് ആരും വിനിയോഗിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂൾ മാഗസിൻ പ്രദർശന ദിവസത്തിൽ നമ്മുടെ മലയാളം അധ്യാപിക ശ്രീജാംസ് പറയുകയുണ്ടായി, കുട്ടികളുടെ രചനകൾ കുറവാണ്. നേരത്തെ മാഗസിൻ്റെ കാര്യം പറയുമ്പോൾ കഥകളും കവിതകളും ഒക്കെ മിസ്സിന് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മിസ് പുറകെ നടന്ന് അത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ നെറ്റിലെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ നമ്മുടെ സ്കൂൾ മാഗസിനിൽ എല്ലാവരുടെയും പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് മിസ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. കുറച്ച് 2 വരി വെച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇരുന്നാൽ മതി. നല്ല നല്ല കവിതകളും നല്ല നല്ല കഥകളും ഒക്കെ കിട്ടും. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തർഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി കൈവരം. മോഹനരാഗം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ മോഹിപ്പിക്കുന്ന രാഗമാണ്. മലയാള സിനിമയിൽ ഒരുപാട് എണ്ണമറ്റ ഗാനങ്ങൾ ഈ മോഹനരാഗത്തിൽ ചെയ്തിട്ടുണ്ട്. മോഹനരാഗത്തിന്റെ പ്രത്യേകത അത് കേൾക്കുന്നവരിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരും എന്നതാണ്. പണ്ട് കാലത്ത് യുദ്ധത്തിന് പോയിരുന്നവർക്ക് മോഹനരാഗം പാടിക്കൊടുത്തിരുന്നു അത്രേ. മോഹനരാഗത്തിൽ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റുകളാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അത് തങ്ങി വെക്കും. ഉദാഹരണത്തിന് കളിയാട്ടം എന്ന ചിത്രത്തിൽ ശ്രീ കൈതപ്പുറം ദാമോദരൻ സാറിന്റെ രചനയും അദ്ദേഹത്തിന് തന്നെ സംഗീതവും. ഇനി കൈതപ്പുറം വിശ്വനാഥൻ സാറിന്റെ ഒരു സൃഷ്ടി തിളക്കം എന്ന സിനിമയിൽ എനിക്കൊരു പെണ്ണുണ്ട്, കരിവശിക്കണ്ണുണ്ട്. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം ഇന്ത്യയുടെ തനത് ശാസ്ത്രീയ സംഗീത പദ്ധതികളിൽ ഒന്നാണ്. 13-14 നൂറ്റാണ്ടുകളിൽ വടക്കേ ഇന്ത്യയിലെ രാജസദസ്സുകളിലാണ് ഈ സംഗീതം രൂപം പുഷ്പിച്ച് സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീത രൂപമായ കർണാടക സംഗീതം പോലെ തന്നെ ഹിന്ദുസ്ഥാനി രാഗം, താളം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ ഉത്ഭവത്തിനു പിന്നിൽ വിവിധ മതങ്ങളുടെ അനുഷ്ഠാന സംഗീതം കാരണമായിട്ടുണ്ട്. വൈദിക സംഗീതത്തിനു പുറമെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനവും ഹിന്ദുസ്ഥാനിയിൽ പ്രകടമാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ തച്ചോളി ഉദയനൻ എന്ന സിനിമയിൽ MS ബാബുരാജ് സംഗീതം നിർവഹിച്ച പ്രിയങ്കരനായ സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ ഒരു ഗാനം. അടുത്ത വെസ്റ്റേൺ മ്യൂസിക് അഥവാ പാശ്ചാത്യ സംഗീതം. പടിഞ്ഞാറൻ സംഗീതം അല്ലെങ്കിൽ
അല്ലെങ്കിൽ പാശ്ചാത്യ സംഗീതം എന്നത് തത്വത്തിൽ അറിയപ്പെടുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലും മറ്റും നിലനിന്നിരുന്ന പരമ്പരാഗത സംഗീതത്തെയാണ്. ഇതിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നത് 1550 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ആദ്യ കാലഘട്ടത്തിൽ യൂറോപ്യൻ സംഗീതം എന്നറിയപ്പെട്ടിരുന്ന ഇത് മറ്റു പല കിഴക്കൻ രാജ്യങ്ങളുടെ സംഗീത രീതിയിൽ നിന്നും പോപ്പുലർ മ്യൂസിക് അഥവാ പോപ്പ് മ്യൂസിക് എന്നറിയപ്പെടുന്ന പുതിയ രീതിയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സ്വരങ്ങൾ, ശ്രുതി, വേഗത, മീറ്റർ, താളം എന്നിവ എഴുതി വെക്കുന്നത് സ്റ്റാഫ് നൊട്ടേഷൻ എന്നറിയപ്പെടുന്ന രീതിയിലാണ്. ഇതിന്റെ ഉദാഹരണങ്ങളായി Every night in my dreams I see